ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. മോഹം പോലെ ശത്രുവും ക്രോധം പോലെ അഗ്നിയും ഇല്ല. ചാണക്യൻ. മോഹം പോലെ ശത്രുവും ക്രോധം പോലെ അഗ്നിയും ഇല്ല. ഈ പുരാതന പഴഞ്ചൊല്ല് മനുഷ്യവികാരങ്ങളുടെ ശക്തവും പലപ്പോഴും വിനാശകരവുമായ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ ആശയം വ്യക്തമാക്കുന്ന ഒരു കഥ ഞാൻ പങ്കുവയ്ക്കട്ടെ. മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ രവി എന്നൊരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു. ദയുള്ള ഹൃദയത്തിനും സമൂഹത്തോടുള്ള അർപ്പണബോധത്തിനും പേരുകേട്ടയാളായിരുന്നു രവി. ഒരു ദിവസം അവൻ പ്രിയ എന്ന സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. അയാൾ അവളുമായി തൽക്ഷണം പ്രണയത്തിലായി. രവി തന്റെ ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കാൻ തുടങ്ങി. പ്രിയയുടെ സ്നേഹം നേടാൻ തന്റെ മുഴുവൻ സമയവും ചെലവഴിക്കാൻ തുടങ്ങി. എന്നാൽ പ്രിയയ്ക്ക് രവിയോട് താൽപ്പര്യമില്ലായിരുന്നു. അവൾ ഇതിനകം മറ്റൊരു പുരുഷനുമായി പ്രതിബദ്ധതയുള്ള ബന്ധത്തിലായിരുന്നു. അവനോടൊപ്പം ആയിരിക്കാൻ തനിക്ക് ആഗ്രഹമില്ലെന്ന് അവൾ രവിയോട് വ്യക്തമാക്കി. തന്റെ അനുരാഗത്താൽ അന്ധനായ രവി ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അയാൾ പ്രിയയെ നിരന്തരം പിന്തുടരുകയും അവളുടെ പങ്കാളിയെ ഉപേക്ഷിക്കാൻ അവളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഒരു ദിവസം രവിയുടെ അഭിനിവേശം രോഷാകുലനായി. അനിയന്ത്രിതമായ ദേഷ്യത്തിന്റെ ഒരു നിമിഷത്തിൽ അവൻ പ്രിയയെയും അവളുടെ പങ്കാളിയെയും നേരിട്ടു. ഇരുവരെയും ഭീഷണിപ്പെടുത്തി. സ്ഥിതിഗതികൾ പെട്ടെന്ന് വഷളാവുകയും അക്രമാസക്തമായ വഴക്കിൽ രവി പ്രിയയുടെ പങ്കാളിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിന്റെ അനന്തരഫലം വിനാശകരമായിരുന്നു. രവി അറസ്റ്റിലാവുകയും തന്റെ പ്രവൃത്തികൾക്ക് ഗുരുതരമായ നിയമപ്രത്യാഘാതങ്ങൾ നേരിടുകയും ചെയ്തു. പ്രിയയ്ക്ക് ആഘാതവും ഹൃദയാഘാതവും ഉണ്ടായി. ഒരിക്കൽ സമാധാനപരമായിരുന്ന ഗ്രാമം വീഴ്ചയിൽ തകർന്നു. ഈ കഥ അനുരാഗത്തിന്റെയും ക്രോധത്തിന്റെയും ശക്തിയും അവ എങ്ങനെ വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നും വ്യക്തമാക്കുന്നു. ഒരു ദഹിപ്പിക്കുന്ന തീ പോലെയുള്ള വാത്സല്യം യുക്തിക്കും എതിരെ നമ്മെ അന്ധരാക്കും. അശ്രദ്ധവും ദോഷകരവുമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കും. കോപം ഉഗ്രമായ ഒരു നരകം പോലെ പെട്ടെന്ന് നിയന്ത്രണാതീതമായി സർപ്പിളമായി മാറുകയും അതിന്റെ ഉണർവിൽ നാശത്തിന്റെ ഒരു പാത അവശേഷിപ്പിക്കുകയും ചെയ്യും. ഈ കഥയിലെ അതുല്യവും ലളിതവുമായ ശക്തമായ പ്രചോദനം തന്റെ മുന്നേറ്റങ്ങളെ അവൾ വ്യക്തമായി നിരസിച്ചിട്ടും പ്രിയയുടെ സ്നേഹം നേടാനുള്ള രവിയുടെ തീവ്രമായ ആഗ്രഹമാണ്. സ്വന്തം ആഗ്രഹങ്ങളിലുള്ള ഈ ഏകമനസ്സുള്ള ശ്രദ്ധയും വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മയും ചേർന്ന് ആത്യന്തികമായി അവന്റെ പതനത്തിലേക്ക് നയിച്ചു. ഈ കഥയിലെ സവിശേഷമായ പോയിന്റുകൾ രവിയുടെ നല്ല പ്രശസ്തിയും ആസക്തിയിലേക്കും അക്രമത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്നതും അതുപോലെ തന്നെ അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ സമൂഹത്തിലും ചെലുത്തുന്ന സ്വാധീനവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. സ്വയം അവബോധം, വൈകാരിക നിയന്ത്രണം, മറ്റുള്ളവരുടെ അതിരുകളോടും തിരഞ്ഞെടുപ്പുകളോടും ഉള്ള ബഹുമാനം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പ് കഥയായി ഈ കഥ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.